പറയാൻ പോകുന്ന കാര്യത്തിനോട് എത്ര പേര് യോജിക്കുന്നെന്നോ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നെന്നോ എനിക്കറിയില്ല. എന്നാൽ ഞാൻ ആദ്യം ബോയ്സിനോട് തന്നെ പറയാം. ഓക്കെ, ഗേൾസായാലും ബോയ്സായാലും നിങ്ങളെ കയ്യിലിരിക്കുന്ന പൈസ സ്നേഹിക്കുന്നവർക്ക് വെറുതെ വാരിക്കോരി കൊടുക്കരുത്. കാരണം കൊടുത്തോ, പക്ഷേങ്കിൽ അത് എല്ലാ പൈസയും വാരിക്കോരി കൊടുക്കരുത്. അങ്ങനെ കൊടുത്തവരെ എനിക്കറിയാം. അവർ മൊത്തം കൊണ്ടുപോയിട്ട് അവർ വേറെ കല്യാണം കഴിഞ്ഞ് പോയിട്ടാണ് ഉള്ളത്. അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ കൊടുത്തിട്ടും ഇഷ്ടം പോലെ കയ്യിലുണ്ടെങ്കിൽ, അല്ലാണ്ട് എല്ലാം വാരിക്കോരി കൊടുത്തിട്ട് സീറോയിൽ നിങ്ങൾ നിൽക്കരുത്. ഇത് വാങ്ങാനായിട്ട് ചില ടീമുകളുണ്ട്, മനസ്സിലായോ? ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. സ്നേഹം കൊണ്ട് മൂടി അയ്യോ തേനെ പാലേ ചക്കരെ കൊച്ചേ എന്നൊന്നും പറയണ്ട. എല്ലാ രീതിയിലും പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്നേഹം കാണിച്ച് അവരെ പറ്റിച്ച് കുളിപ്പിച്ച് കിടത്തിയിട്ട് അങ്ങ് പോവും. ചോദിച്ചാൽ എന്ത് പറയുന്നറിയോ? നിന്നോട് പറഞ്ഞ തരാനായിട്ട് എൻ്റെ കയ്യിൽ അപ്പം ഇല്ല, ഞാൻ ചോദിച്ചു, കൂളായിട്ട് അങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ സ്നേഹിക്കാൻ വരുന്നവരോട് പറയാം, വീട്ടിലൊന്ന് ചോദിക്കും. അല്ലെങ്കിൽ മ്യൂച്വലായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മാരേജ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ. പൊതുവേ പെൺപിള്ളേർക്ക് ജോലിയില്ലാതെ പഠിക്കുന്ന പെൺപിള്ളേരായിരിക്കുമല്ലോ. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അവരുടെ ബർത്ത്ഡേക്ക് കാണുമ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ജെനുവിനാണെന്ന് തോന്നിയാൽ മാത്രം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുക. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കുക. അല്ലാണ്ട് നിങ്ങളുടെ ട്രൗസർ വരെയും കൊണ്ട് ബാങ്കിൽ കൊണ്ടുവച്ച് പണയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെൺപിള്ളേരായാലും അതെ. കാരണം ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി കുറേ പേരുണ്ട്, മനസ്സിലായോ? അവരത് അവരുടെ തൊഴിലായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. പറ്റിച്ച് കൂളായിട്ട് അങ്ങ് പോവും. ആണുങ്ങളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. ചെറിയ എമൗണ്ടും അല്ല, ഹ്യൂജ് എമൗണ്ട് വരെ പറ്റിക്കാൻ നല്ല മിടുക്കരായ ആൾക്കാരുണ്ട്. ആ പറ്റിക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹവും കാണിക്കും. ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് എല്ലാവരും നിൽക്കുക. പൈസ കണ്ടിന്യൂ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഓർത്തോളുക, അവർ ചീറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ആരും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ടറിഞ്ഞാണ് ഒരാൾ കൊടുക്കേണ്ടതല്ലേ. കണ്ടറിഞ്ഞ് കൊടുക്കാത്തവർ, ഞാൻ പറയുന്നത് ജെനുവിനൊന്നുമല്ല. ഇപ്പം നമ്മളൊരു ബുദ്ധിമുട്ട് പറയുമ്പോൾ അങ്ങേ തലയ്ക്കുന്ന ഒരാൾ പറയും, നമ്മളെ സ്നേഹിക്കുന്ന ആൾ തന്നെ പറയും ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. എന്ന് വെച്ചാൽ ഹ്യൂജ് എമൗണ്ടിൻ്റെ ഹെൽപ്പൊന്നും അല്ല, ഒരു 1 lakh 2 lakh അതൊന്നും അല്ല. അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ടെന്നല്ല. അല്ലാതെ എനിക്കത് വേണം, എനിക്ക് ഇത്ര പൈസ വേണം, അത് ജെനുവിനാണോ എന്ന് ചോദിക്കണം. ആൾക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലാണ്ട് വെറുതെ വന്ന് ചോദിക്കുന്നവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പൊതുവെ പെണ്ണുങ്ങളോട് ആണുങ്ങൾക്ക് പൈസ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക. അവർക്ക് കൈയും കാലും എല്ലാം ഉണ്ടല്ലോ, അധ്വാനിച്ച് ഉണ്ടാക്കട്ടെ. ഇതിനെ ഈ പെണ്ണുങ്ങളെ പറ്റിക്കാനായിട്ട് നടക്കുന്നത് കുറേ എണ്ണം അങ്ങനെയുണ്ട് കേട്ടോ. അവരെ സ്നേഹമൊക്കെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര ജെനുവിനാണെന്ന്. നീ അല്ലാണ്ട് ഈ ലോകത്തിൽ ആരുമില്ല പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ രീതിയിലൊക്കെ സ്നേഹിക്കും. അവസാനം കൂളായിട്ട് ഈ പറയാൻ വയ്യാത്ത വാക്കുകൾ വരെ പറഞ്ഞിട്ട് പോകും. അപ്പം എല്ലാവരും ഒരു പാർട്ണറെയും ലവറെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക, നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ പെൺപിള്ളേരോട് വേറൊരു ട്രിക്ക് പറയാറുണ്ട്. ജെനുവിനാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരോട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചോദിക്കുക. നമ്മളെ പാരൻസ് ആണെങ്കിലും നമുക്ക് ഒരാവശ്യം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഒരാവശ്യമുണ്ട് എന്ന് പറയുമ്പോഴേ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇല്ലേ? നമ്മളെ സഹോദരങ്ങളും അതെ, ഒരാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ചോദിക്കേണ്ട ആവശ്യമില്ല, ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളവർ ജെനുവിനായിട്ടുള്ള ആവശ്യം പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജെനുവിൻ സ്നേഹമൊന്നുമല്ല. അവരെന്ത് ചെയ്യുമെന്നറിയാം, അവർ വിട്ടടിച്ച് പോവും ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോഴേ. അപ്പോൾ ആ റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാണ്ട് ഇല്ലാത്ത കാര്യം നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിപ്പം
എന്തെങ്കിലും ജെനുവിനായിട്ട് വേണം. ഇപ്പോൾ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ പൈസയില്ല, അപ്പോൾ ആ ഒരു പെണ്ണിന് സ്നേഹിക്കുന്ന ചെക്കനാണെങ്കിൽ കൊടുത്തിരിക്കും. ഇനി ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ചെക്കനെ കെട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ച് കൊടുക്കണം. അതായത് നിങ്ങളങ്ങനെ ഹ്യൂജ് എമൗണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം. വെറുതെ ആരെയും പറ്റിച്ച് വാങ്ങി ആ ചെക്കനെ കിട്ടിട്ട് പോയി കഴിഞ്ഞ് പിന്നെ ആ ചെക്കൻ്റെ പൈസ വാങ്ങി നിങ്ങൾ കൈ വയ്ക്കേണ്ട ആവശ്യമില്ല. പെണ്ണുങ്ങളായാലും അതെ, ആണുങ്ങളായാലും അതെ. ഒരാളെയും പറ്റിച്ച് നിങ്ങൾ മുന്നേറരുത്. കർമ്മ എന്നുള്ളൊരു സംഭവമുണ്ട്, അതിൻ്റെ മുന്നിൽ നിന്ന് കളിക്കരുത്, എങ്ങും എത്തില്ല. ഒരാളെയും ചതിച്ച് ഒരാളെയും തലയ്ക്ക് മീതെ ചവിട്ടി കയറി മുന്നോട്ട് പോകാൻ ആർക്കും പറ്റില്ല. അപ്പോൾ എല്ലാവരും നോക്കിയും കണ്ടൊക്കെ ജീവിക്കുക. വേറൊന്നും പറയാനില്ല. ആരെയും വിഷമിപ്പിക്കാണ്ടിരിക്കുക. വിഷമം എന്ന് പറയുമ്പം എല്ലാവരും ചിരിച്ച് കളിച്ച് പുറമേ കാണും. ഇപ്പം ഞാനായാലും ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് ചിരിച്ച് ഇരിക്കും, 10 ആളുടെ മുന്നിലും ചിരിച്ച് ഒക്കെ ഇരിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ എനിക്ക് നമ്മളൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മളൊരുപാട് ചിന്തിച്ചു കൂട്ടും. നമുക്കൊരുപാട് വിഷമങ്ങളുള്ളതെല്ലാം ആ സമയത്ത് പുറത്ത് വരും. അപ്പം നമ്മൾ നമ്മുടെ ലോകത്താവും. ആ സമയം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള നിമിഷങ്ങളായിരിക്കും അല്ലേ.